അസ്സലാമു അലൈക്കും. ക്രിയേഷൻ ആൻഡ് എവല്യൂഷൻ, സൃഷ്ടിയും പരിണാമവും എന്നതാണല്ലോ ഇസത് ബെഗോവിച്ചിൻ്റെ പുസ്തകത്തിൻ്റെ ഒന്നാമത്തെ അധ്യായം തന്നെ. ഈ പരിണാമത്തെയും സൃഷ്ടിയെയും പറ്റി ചർച്ച ചെയ്യുമ്പോൾ ഇസത് ബെഗോവിച്ച് മുന്നോട്ട് വെക്കുന്നൊരു പ്രധാന ചോദ്യം, മനുഷ്യൻ പരിണാമത്തിൻ്റെ ഉൽപ്പന്നം, പ്രോഡക്റ്റ് ഓഫ് എവല്യൂഷൻ മാത്രമാണോ അതോ സവിശേഷതയുള്ള ഒരു സൃഷ്ടിയാണോ എന്നതാണ്. അപ്പോൾ ഇതിൽ ഒരിക്കലും പരിണാമം എന്ന ശാസ്ത്ര പരികല്പനയെ അദ്ദേഹം നിഷേധിക്കുന്നേയില്ല. എവിടെയും ആ അർത്ഥത്തിലുള്ളൊരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചതായിട്ട് കാണുന്നില്ല. മാത്രവുമല്ല, അദ്ദേഹം ഏത് വിഷയത്തിലുമുള്ള രണ്ടറ്റങ്ങളെയും, ബൈപ്പോളാർ യൂണിറ്റി എന്നാണല്ലോ പറയുന്നത്, അപ്പോൾ ഈ രണ്ട് ധ്രുവങ്ങളെ, രണ്ടറ്റങ്ങളെ, ടു ഡിഫറൻറ്റ് ഓർഡേഴ്സ് ഔട്ട് ഓഫ് വിച്ച് ആൾ റിയാലിറ്റി എമിനേറ്റ്സ്, യാഥാർത്ഥ്യത്തിൽ നിന്ന് നിർഗളിക്കുന്ന രണ്ട് വ്യത്യസ്ത ഓർഡറുകൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. രണ്ട് വ്യത്യസ്ത സത്യങ്ങൾ, രണ്ട് സത്യങ്ങൾക്കിടയിലുള്ള യാഥാർത്ഥ്യം, ഇതാണ് യഥാർത്ഥത്തിൽ ഈ പുസ്തകത്തിൻ്റെ ഇസ്ലാം ബിറ്റ്വീൻ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് എന്ന പുസ്തകത്തിൻ്റെ അന്വേഷണം എന്നാണ് കാണേണ്ടത്. അപ്പോൾ ഈ രണ്ട് സംഗതികളെ അദ്ദേഹം അങ്ങനെ തന്നെ വിശേഷിപ്പിക്കുന്നുണ്ട്. അതിൽ തന്നെയും സൃഷ്ടിയെയും പരിണാമത്തെയും വിശദീകരിക്കുമ്പോൾ അദ്ദേഹം രണ്ടിൻ്റെയും സവിശേഷമായിട്ടുള്ള ഗുണങ്ങളെ, പ്രത്യേകതകളെ എടുത്തു പറഞ്ഞായിട്ട് കാണാം. രണ്ട് വശങ്ങൾ, ക്രിയേഷൻ വിത്ത് ഇറ്റ്സ് ഫ്രീഡം, സ്പോണ്ടാനിറ്റി, കോൺഷ്യസ്നെസ് ആൻഡ് ഇൻഡിവിജ്വാലിറ്റി ഈസ് ഓൺ വൺ സൈഡ്, അത് ഒരു ഭാഗത്ത്. അതേസമയം തന്നെ എവല്യൂഷൻ വിത്ത് ഇറ്റ്സ് കോസാലിറ്റി, എൻട്രോപ്പി, ഇനർഷ്യ ആൻഡ് അനോണിമിറ്റി ഓർ ഹോമോജിനിറ്റി ഈസ് ഓൺ ദി അതർ. അപ്പോൾ ഈ രണ്ട് സംഗതികൾ, ഒരു ഭാഗത്തുള്ളത് സൃഷ്ടിയാണ്, ക്രിയേഷനാണ്, അതിലടങ്ങിയിട്ടുള്ള ആശയങ്ങൾ എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. ഒന്ന് ഫ്രീഡം, സ്വാതന്ത്ര്യം; രണ്ടാമത്തെ സ്പോണ്ടാനിറ്റി, സ്വച്ഛന്തത; അതുപോലെ കോൺഷ്യസ്നെസ്, സ്വബോധം; നാലാമത് പറയുന്ന ഇൻഡിവിജ്വാലിറ്റി, വൈയക്തികത. അതേസമയം അതർ സൈഡിലുള്ള എവല്യൂഷൻ എന്ന് പറയുമ്പോൾ അതിലടങ്ങിയിട്ടുള്ള തത്വങ്ങളെ എടുത്ത് പറയുന്നത് ഓരോന്നിനും വിപരീതമായിക്കൊണ്ട് തന്നെ. ഒന്നാമത് കോസാലിറ്റി, ഫ്രീഡം എന്നതിനിപ്പുറത്ത് കോസാലിറ്റി, ഹേതു, കാര്യകാരണങ്ങളോടുള്ള ബന്ധം. രണ്ടാമതായിട്ട് പറയുന്നത് എൻട്രോപ്പി, സ്പോണ്ടാനിറ്റിയുടെ ഒരു നേരെ എതിർപദമായിട്ട് അവിടെ അദ്ദേഹം പറയുന്നത് എൻട്രോപ്പി, അവ്യവസ്ഥിതത്വം. അല്ലെങ്കിൽ എൻട്രോപ്പി എന്താണെന്ന് കഴിഞ്ഞ പ്രഭാഷണത്തിൽ വിശദീകരിച്ചതാണ്. അത്തരം വിശദീകരണങ്ങൾക്ക് വഴങ്ങുന്ന ഒരാശയമല്ല അത് എന്നതും കൂടി കൂട്ടത്തിൽ പറയേണ്ടതാണ്. മൂന്നാമതായിട്ട് പറയുന്നത് ഇനർഷ്യ, നേരത്തെ പറഞ്ഞിട്ടുള്ള കോൺഷ്യസ്നെസ് എന്നതിൻ്റെ മറുഭാഗത്ത് നിർത്തുന്നത്. ക്രിയേഷനിൽ കോൺഷ്യസ്നെസ്, സ്വബോധമാണ്. അതേസമയം എവല്യൂഷനിൽ അത് ഇനർഷ്യ, ജഡപരമായിട്ടുള്ളൊരു സ്വഭാവം, ജഡത എന്ന് പറയാം. പിന്നെ വീണ്ടും പറയുന്നത് അനോണിമിറ്റി ഓർ ഹോമോജിനിറ്റി, അത് ക്രിയേഷനിലെ ഇൻഡിവിജ്വാലിറ്റി എന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വെക്കുന്നു. അനോണിമിറ്റി എന്ന് പറഞ്ഞാൽ അനഭിധേയത്വം, അതേസമയം ഹോമോജിനിറ്റി എന്ന് പറഞ്ഞാൽ സജാതീയത്വം. അപ്പോൾ ഇങ്ങനെയുള്ള വ്യത്യസ്ത ഗുണങ്ങളോട് കൂടിയ രണ്ടാശയങ്ങളായിട്ട് ഈ രണ്ടറ്റത്ത് നിൽക്കുന്ന ക്രിയേഷൻ, എവല്യൂഷൻ എന്നിവയെ സ്ഥാപിക്കുന്നു. അപ്പോൾ ഇത് രണ്ടും പരസ്പര വൈരമുള്ള, വിരുദ്ധമായിട്ടുള്ള ആശയങ്ങളാണ് എന്ന നിലക്കാണ് ഇന്ന് ചിന്താമണ്ഡലത്ത് നിലനിൽക്കുന്നത്. എന്നാൽ ഏതിലും എന്നതുപോലെ ഇസത് ബെഗോവിച്ച് ഇത് രണ്ടിനുമിടയിലുള്ള യാഥാർത്ഥ്യം കണ്ടെത്താനാണ് ശ്രമിക്കുന്നത് എന്നാണ് കാണേണ്ടത്. പക്ഷെ അതേസമയം തന്നെ എവല്യൂഷൻ ആണ് പരമമായ അടിത്തറ എന്ന് വാദിക്കുമ്പോൾ സ്വാഭാവികമായും അതൊരു ശാസ്ത്രവാദവുമായി ബന്ധപ്പെട്ട ഒരാശയമാണല്ലോ. നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ പ്രഭാഷണത്തിൽ പറഞ്ഞു, ഇത്തരത്തിൽ ശാസ്ത്രം കൊണ്ട് മാത്രം മനുഷ്യന് എല്ലാത്തിനെയും വിശദീകരിക്കാൻ സാധിക്കില്ല. കുറച്ചുകൂടി വ്യക്തമായിട്ട് ഇസത് ബെഗോവിച്ച് അത് പറയുന്നു. Man is not tailored according to Darwin, nor is the universe tailored according to Newton. ഇത് ക്രിയേഷൻ ആൻഡ് എവല്യൂഷൻ എന്ന അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്ന കാര്യമാണ്. മനുഷ്യൻ ഡാർവിൻ രൂപകൽപ്പന ചെയ്ത ഒരു സംഗതിയല്ല, ഒരു സാധനമല്ല. അതുപോലെ തന്നെ ഈ വിശ്വമെന്ന് പറയുന്നത് ന്യൂട്ടൻ്റെ രൂപകൽപ്പനയുമല്ല. ഇതിവരൊന്നും അവകാശപ്പെട്ടതല്ല. നമ്മൾ ആധുനിക കാലത്ത് ശാസ്ത്രവാദികൾ കരുതുന്നത് പോലെ, അവർ വാദിക്കുന്നത് പോലെ ഇതൊക്കെയും പരമമാണ്, ഇത് മാത്രമാണ് ആത്യന്തിക സത്യം എന്ന ഒരാശയമൊന്നും
മഹാന്മാരായ ശാസ്ത്രജ്ഞന്മാർ മുന്നോട്ട് വെച്ചതായിട്ട് നമ്മളിവിടെയും കാണുന്നില്ല. അപ്പോൾ എന്തായാലും ഇതിലേതെങ്കിലും ഒരു വശം, അപ്പോൾ ഈ പറയുന്ന ക്രിയേഷൻ, എവല്യൂഷൻ അല്ലെങ്കിൽ സയൻസ്, ശാസ്ത്രവാദം എന്ന് പറയുന്ന ഒരാശയത്തെ മുൻനിർത്തി ചിന്തിച്ചാൽ അതിൽ നിന്നാണ് പലപ്പോഴും ഭൗതികവാദ ദർശനങ്ങളുടെയൊക്കെയും അടിത്തറ. ദർശനങ്ങൾ സയൻസിന് മുമ്പേ ഉള്ളതാണ്, എന്നിരുന്നാൽ പോലും ചിന്തകളെ ബന്ധിപ്പിക്കാൻ സാധിക്കുന്ന, ഒരു അടിത്തറയിലേക്ക് ബന്ധിപ്പിക്കാൻ സാധിക്കുന്നത് ഈ പറയുന്ന ശാസ്ത്രമാത്ര വീക്ഷണവുമായിട്ടാണ്. അതിൽ പക്ഷേ ഉള്ളൊരു കൺസെപ്റ്റ്, അത് ഒരു കോൺക്രീറ്റ് ഹിസ്റ്ററിക്കൽ ആൻഡ് സോഷ്യൽ കൺസെപ്റ്റ് മാത്രമേ മനുഷ്യനെക്കുറിച്ചുള്ളൂ. വളരെ സമൂർത്തമായ ഒരു ചരിത്രപരവും സാമൂഹികവുമായി ഒരു മൂർത്തതയുള്ള ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ളൊരു സങ്കല്പം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആധാരത്തിലുള്ള ചില തത്വദർശനങ്ങളെയും കൂടി ഇസത്ത് ബെഗോവിച്ച് പരിശോധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും മാർക്സിയൻ ചരിത്ര വ്യാഖ്യാനത്തിൽ ഇക്കണോമിക് ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി ഈസ് ദ ഓൺലി ട്രൂ ഹിസ്റ്ററി ദാറ്റ് റിയലി എക്സിസ്റ്റ്. നിലനിൽക്കുന്ന ഒരേ ഒരു ചരിത്രം എന്ന് പറയുന്നത് സാമ്പത്തിക സാമൂഹിക ചരിത്രം മാത്രമാണ് എന്ന ഒരാശയം. ആ ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് മനുഷ്യ പരിണാമത്തെ വിലയിരുത്തുമ്പോൾ പരിണാമത്തെ സ്വാധീനിച്ചിട്ടുള്ളത് ബാഹ്യവും വസ്തുനിഷ്ഠവുമായ ഒരു വസ്തുതയാണ്. ബാഹ്യവും വസ്തുനിഷ്ഠവുമായ ഒരു വസ്തുതയാണ്. ഫ്രീഡ്രിഷ് എംഗൽസ് പറയുന്നത് മാൻ ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഹിസ് എൻവയൺമെൻറ്റ് ആൻഡ് ഹിസ് വർക്ക് എന്നാണ്. ഇപ്പോൾ വർക്കാണ് ആ ഘടകം, തൊഴിൽ. ഈ തൊഴിൽ എന്ന് പറയുന്ന ബാഹ്യമായ വസ്തുനിഷ്ഠമായ ഈ ഒരു ഘടകം മാത്രമാണ് മനുഷ്യൻ്റെ പരിണാമത്തെ സ്വാധീനിച്ചിട്ടുള്ളത് എന്ന ഒരാശയം അതിൽ കടന്നു വരുന്നു. എന്നിട്ട് ഇസത്ത് ബെഗോവിച്ച് പറയുന്നത് മനുഷ്യനെക്കുറിച്ചുള്ള ഇത്തരം ആശയങ്ങൾക്ക് കൂടുതൽ വിശ്വാസ്യതയുണ്ട് എന്ന് സമ്മതിക്കുന്നു. എന്നാൽ മറുവശത്ത് ഇറ്റ് ഈസ് ലെസ് ഒബ്വിയസ് ദാറ്റ് ദേ ആർ അറ്റ് ദ സെയിം ടൈം എ റാഡിക്കൽ നെഗേഷൻ ഓഫ് മാൻ. അവ്യക്തമായി കിടക്കുന്നൊരു കാര്യമുണ്ട്. വളരെ സൂക്ഷ്മമായി പരിശോധിച്ചു കഴിഞ്ഞാൽ ഭൗതികവാദ ദർശനങ്ങൾ ഒരു റാഡിക്കൽ നെഗേഷൻ ഓഫ് മാൻ, മനുഷ്യൻ എന്ന ആശയത്തിൻ്റെ ഒരു നിഷേധമായിട്ട് മാറുന്നുണ്ട്. ഇൻ മെറ്റലിസ്റ്റിക് ഫിലോസഫി man is dissected into his constituent parts and in the final he disappears. ഭൗതികവാദ ദർശനങ്ങളിൽ മനുഷ്യൻ ഘടകങ്ങളായി വിച്ഛേദിക്കപ്പെടുന്നുണ്ട്. ഘടകങ്ങളായി വിച്ഛേദിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അത്രയും സൂക്ഷ്മമായിട്ടുള്ള പഠനം സാധ്യമാവുക എന്ന് തന്നെയാണ് ഒരു ഭാഗത്ത് അർത്ഥം. പക്ഷേ ഇങ്ങനെ വിച്ഛേദിക്കപ്പെട്ട് അവസാനത്തിൽ മനുഷ്യൻ എന്നത് അപ്രത്യക്ഷമാകുന്നു. ഇൻ ദ ഫൈനൽ ഹി ഡിസപ്പിയേഴ്സ് എന്നാണ് പറയുന്നത്. ഈ ഒരു അവസ്ഥയാണ് അത്തരം സമീപനങ്ങൾക്കുള്ളത് എന്നാണ് പറയുന്നത്. അവിടെ മനുഷ്യൻ സാമൂഹിക ബന്ധങ്ങളുടെ ഉത്പന്നം മാത്രമാണ്, നിലവിലുള്ള ഉത്പാദനോപാധികളുടെ ഫലം മാത്രമാണ്. അതിനപ്പുറമുള്ള ഒരു അസ്തിത്വത്തിലേക്ക് മനുഷ്യനെ വിശകലനം ചെയ്യാനോ വികസിപ്പിക്കാനോ സാധിക്കുന്നില്ല. മാൻ ഈസ് നത്തിങ് ആൻഡ് ക്രിയേറ്റ്സ് നത്തിങ്. നേരെ മറിച്ച് ഈസ് ഓൺലി ദ റിസൾട്ട് ഓഫ് ഗിവൺ ഫാക്ട്സ്. ലഭ്യമായിട്ടുള്ള വസ്തുതകളുടെ ഒരു ഫലം മാത്രമാണ് മനുഷ്യൻ എന്ന ഒരവസ്ഥ വരുന്നു. ഇങ്ങനെയുള്ള ഒരു ഇംപേഴ്സണലൈസ്ഡ് മനുഷ്യനെയാണ് ഡാർവിൻ കയ്യിലെടുക്കുന്നത്. ഒരു അവൈയക്തികമാക്കപ്പെട്ട മനുഷ്യനെയാണ് ഡാർവിൻ കയ്യിലെടുക്കുന്നത് എന്നാണ് ഇസത്ത് ബെഗോവിച്ച് നിരീക്ഷിക്കുന്നത്. എന്നിട്ട് പ്രകൃതി നിർദ്ധാരണത്തിലൂടെ ആ മനുഷ്യൻ്റെ ആരോഹണം വിവരിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് മനുഷ്യൻ്റെ സവിശേഷതകൾ പറയുമ്പോൾ സംസാരം, നിവർന്നു നടക്കൽ, ഉപകരണ നിർമ്മാണം, അതങ്ങനെ വിശദീകരിക്കപ്പെടുന്നതോടുകൂടി അത് ജീവൻ്റെ പ്രാഥമിക രൂപങ്ങളിലേക്ക് പശ്ചാത്ഗമനം ചെയ്യുന്നു. മാനുഷികമായ സവിശേഷതകൾ നഷ്ടപ്പെടുകയും ജീവൻ്റെ പ്രാഥമിക രൂപങ്ങളിലേക്ക് പശ്ചാത്ഗമനം ചെയ്യുകയും ചെയ്യുന്നു. മാത്രവുമല്ല, അത് ഒരു ഫിസിക്കൽ കെമിക്കൽ പ്രോസസ്സ് മാത്രമാണ്, ഒരു ഭൗതിക രാസപ്രക്രിയ മാത്രമാണ്. എ പ്ലേ ഓഫ് മോളിക്യൂൾസ്, തന്മാത്രകളുടെ ഒരു നാടകം. അതിൻ്റെ ഒരു മറുവശം എന്താണെന്ന് വെച്ചാൽ ലൈഫ്, conscience and soul do not exist and consequently there is no human essence. ജീവൻ, മനസ്സാക്ഷി, ആത്മാവ് തുടങ്ങിയിട്ടുള്ള ഘടകങ്ങളൊന്നും നിലനിൽക്കുന്നില്ല. സ്വാഭാവികമായും there is no human essence, മനുഷ്യ സത്ത എന്ന് പറയുന്നൊരു സംഗതിയും അവിടെ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ മറുഭാഗത്ത് പരിണാമം എന്ന ഒരു ചർച്ചയിൽ ഡാർവിനെ ഒരടയാളമാക്കിയതുപോലെ നേരെ മറുപുറത്ത് മിഖേലാഞ്ചലോയെയാണ് അടയാളമാക്കുന്നത് എന്ന് നേരത്തെ സൂചിപ്പിച്ചാണല്ലോ തുടക്കത്തിൽ തന്നെ. മിഖേലാഞ്ചലോ സിസ്റ്റൈൻ ചാപ്പലിൽ ചിത്രങ്ങൾ വരച്ചിട്ടുള്ള ചിത്രകാരനാണ്. ബൈബിൾ ചിത്രങ്ങൾ,
അതിൽ ക്രിയേഷൻ ഓഫ് മാൻ എന്ന് പറയുന്നൊരു ചിത്രത്തിലാണ് തുടങ്ങുന്നത്. ക്രിയേഷനിസ്റ്റുകളുടെ, സൃഷ്ടിവാദികളുടെ ഒരു വലിയ അടയാളമായിട്ട് തന്നെ ഉപയോഗിക്കാറുള്ളൊരു ചിത്രമാണത്. അപ്പോൾ ആ ഒരു നിലക്കും കൂടിയാവാം മിഖേലാഞ്ചലോയെ അതിൻ്റെ ഒരു പ്രതീകമാക്കി മാറ്റുന്നത്. അപ്പം നേരെ ഈ ഒരു പറഞ്ഞ ശാസ്ത്രവാദത്തിൻ്റെ അല്ലെങ്കിൽ ഭൗതികമാത്രവാദത്തിൻ്റെ നേരെ മറുപുറത്ത് നിർത്തുന്ന ഉദാഹരണങ്ങൾ സിസ്റ്റൈൻ ചാപ്പലിലെ ചുവർ ചിത്രങ്ങളിൽ തുടങ്ങുന്നു. അത് അങ്ങോട്ട് പിന്നെ യവന നാടകം, ദാന്തയുടെ നരകങ്ങൾ, ആഫ്രിക്കൻ സ്പിരിച്വലുകൾ, സ്വർഗത്തിൽ ഫൗസ്റ്റിൻ്റെ പ്രൊലോഗ്, മെലനേഷ്യൻ മാസ്കുകൾ, ജാപ്പനീസ് ചുവർ ചിത്രങ്ങൾ തുടങ്ങിയ ഒരുപാട് പ്രതീകങ്ങളിലൂടെയാണ് ഇസത്ബഗോവിച്ച് ആ ഒരു വശത്തെ വിശദീകരിക്കുന്നത് എന്നും കാണാം. മുക്തിക്ക് വേണ്ടി ശ്രമിക്കുന്നതാണ് മതം. അത് ഉണ്മയും പ്രകൃതിയും തമ്മിലുള്ളൊരു വിനിമയമാണ്. മനുഷ്യനും ജീവിതവും വിവിധം പ്രകൃതി മാതാവിൻ്റെ ഒരു കനി മാത്രമാണെങ്കിൽ, ഈ പറയുന്ന ദർശനങ്ങളിൽ പറയുന്നത് പോലെ പ്രകൃതി മാതാവിൻ്റെ ഒരു കനി മാത്രമാണെങ്കിൽ ജീവജാലങ്ങളിൽ എങ്ങനെയാണ് ഭയം ഉണ്ടാകുന്നത് എന്ന് ഇസത്ബഗോവിച്ച് ചോദിക്കുന്നു. അപ്പോൾ മനുഷ്യൻ ഭൗതിക ലോകത്തിൻ്റെ ഭാഗം മാത്രവും അതിൻ്റെ ഉത്പന്നവും ആയാൽ, അഥവാ അവനൊരു വസ്തു മാത്രമായാൽ മാത്രമേ മനുഷ്യനെക്കുറിച്ചുള്ള കേവല ശാസ്ത്ര വ്യാഖ്യാനം സാധ്യമാവുകയുള്ളൂ. അതുപോലെ നേരെ തിരിച്ച് ഭൗതിക ലോകത്തിൽ നിന്ന് അവൻ അന്യനായാൽ മാത്രമേ കലയും ആത്മീയതയും സാധ്യമാവുകയുള്ളൂ. അപ്പോൾ മാത്രമേ അവനെക്കുറിച്ചുള്ള ആത്മീയ വ്യാഖ്യാനങ്ങൾ ശരിയാവുകയുള്ളൂ. ഈ ഒരു കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ പറയുന്നത് രണ്ടിലും ശരിയാണുള്ളത്. രണ്ടും നമുക്ക് ആവശ്യമാണ്. വ്യത്യസ്ത ശാഖകൾ, വ്യത്യസ്തങ്ങളായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ എന്ന നിലക്ക് മനുഷ്യനെക്കുറിച്ചുള്ള ശാസ്ത്ര വ്യാഖ്യാനങ്ങൾ ശരിയാവേണ്ടതുണ്ട്. മനുഷ്യനെക്കുറിച്ചുള്ള ആത്മീയ വ്യാഖ്യാനങ്ങളും ശരിയാകേണ്ടതുണ്ട്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ ഈ വ്യാഖ്യാനങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഡാർവിനെയും മിഖേലാഞ്ചലോയും കുറിച്ച് ചിന്തിക്കുമ്പോൾ, രണ്ടുപേരെയും പറ്റി ഇസത്ബഗോവിച്ച് പറയുന്നത് റെപ്രസെൻറ്റ് ടു ഡിഫറെൻറ്റ് കൺസെപ്ഷൻസ് ഓഫ് മാൻ ആൻഡ് ടു ഓപ്പോസിറ്റ് ട്രൂത്ത്സ് അബൌട്ട് ഹിസ് ഒറിജിൻ. രണ്ടുപേരും മനുഷ്യനെക്കുറിച്ചുള്ള രണ്ട് സങ്കല്പങ്ങളുടെ അടയാളങ്ങളാണ്, പ്രതിനിധാനങ്ങളാണ്. അതോടൊപ്പം തന്നെ വിപരീതമായ മനുഷ്യ ഉത്പത്തിയെ സംബന്ധിച്ചുള്ള വിപരീതമായ രണ്ട് സത്യങ്ങളുടെ അടയാളവുമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ രണ്ടിനെയും രണ്ട് ഭിന്ന സത്യങ്ങളായി തന്നെയാണ് ഇസത്ബഗോവിച്ച് അടയാളപ്പെടുത്തുന്നത്. ഈ രണ്ട് സത്യങ്ങളെയും സംബന്ധിച്ചുള്ള വൈരുദ്ധ്യാത്മക കാഴ്ചപ്പാടിൽ രണ്ടിൻ്റെയും ശരിയായ കൂട്ടിച്ചേർക്കലിൽ മാത്രമേ മനുഷ്യനെ സംബന്ധിച്ചുള്ള യഥാർത്ഥവും സമ്പൂർണവുമായ ചിത്രം ലഭിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഇവിടെ ഉത്പത്തിയെയും സൃഷ്ടിയെയും സംബന്ധിച്ചുള്ള വിശുദ്ധ ഖുർആൻ്റെ ചില വിശദീകരണങ്ങൾ എനിക്ക് തോന്നിയിട്ടുള്ള ചില അനുഭവങ്ങളും കൂടി പങ്കുവെക്കാമെന്ന് തോന്നുന്നു. സത്യത്തിൽ രണ്ട് ആശയങ്ങൾ വരുന്നുണ്ട്. മനുഷ്യൻ സംഭവിച്ചതിന് പിന്നിൽ അല്ലെങ്കിൽ പ്രകൃതി സംഭവിച്ചതിന് പിന്നിൽ രണ്ട് ആശയങ്ങൾ വരുന്നുണ്ട് വിശുദ്ധ ഖുർആൻ അനുസരിച്ച് തന്നെ. അതിലൊന്ന് ഉത്പത്തി എന്ന് വിളിക്കാവുന്ന, ജനസിസ് എന്ന് വിളിക്കാവുന്ന ഒരു ഭാഗമാണ്. രണ്ടാമത്തത് ക്രിയേഷൻ അല്ലെങ്കിൽ സൃഷ്ടി എന്ന് വിളിക്കാവുന്ന ഭാഗവുമാണ്. ഇത് രണ്ടിനെയും വേണമെങ്കിൽ ഒരു ആശയ പ്രക്രിയയും ഭൗതിക പ്രക്രിയയുമായിട്ട് വിശദീകരിക്കാൻ സാധിക്കും. ദൈവത്തിൻ്റെ സൃഷ്ടി എന്ന് പറയുമ്പോൾ അത് ആശയതലത്തിൽ നിൽക്കുന്നതാണ്, മെറ്റീരിയലിസ്റ്റിക് അല്ല എന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെ ഈ രണ്ട് പ്രക്രിയകളെ വിശദീകരിക്കുന്നതിനെക്കുറിച്ചാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. ഉത്പത്തി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഇച്ഛയുമായിട്ടാണ് ഖുർആൻ ബന്ധപ്പെടുത്തുന്നത്. സ്വാഭാവികമായും അതൊരു ഐഡിയയാണ്. ഇന്നമാ അമ്രുഹു ഇദാ അറാദ ശൈഅൻ, അള്ളാഹു ഒരു കാര്യം ഉദ്ദേശിച്ചാലെന്നാണ്. വൈദാ കല അമ്രൻ. അപ്പോൾ അള്ളാഹുവിൻ്റെ കല, മശീഅ, ഇറാദ എന്നൊക്കെ പറയുന്നൊരു സംഗതി ദൈവികമായ ഒരു ഇച്ഛയിലേക്ക് അതിനെ ബന്ധിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരാശയത്തിലേക്ക്. തുടർന്ന് പറയുന്നത് യഖൂല ലഹു കുൻ. ഈ പറയുക എന്ന് പറയുന്നതും അതൊരു മാജിക്കായിട്ട് അനുഭവപ്പെടുമെങ്കിൽ പോലും പറയുക എന്ന് പറയുന്നതൊരു പ്രക്രിയയാണ്, ഒരു ഭൗതിക പ്രക്രിയയാണ് എന്ന് മാത്രവുമല്ല, അള്ളാഹു അവൻ്റെ കൈകൾ കൊണ്ട് സൃഷ്ടിച്ചു പ്രപഞ്ചത്തെ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. 6 ഘട്ടങ്ങളിലായി സൃഷ്ടിച്ചു എന്നും പറയുന്നുണ്ട്. ഈ 6 ഘട്ടങ്ങൾ എന്നതിൻ്റെ യാഥാർത്ഥ്യം, അള്ളാഹുവിൻ്റെ കൈകൾ എന്നതിൻ്റെ യാഥാർത്ഥ്യം, അതൊക്കെയും നമ്മളങ്ങോട്ട് മാറ്റിവെക്കുക. ഇത്തരം വർത്തമാനങ്ങൾ നമ്മൾ മെറ്റഫോറിക്കലായിട്ട് എടുത്താൽ അതിൽ അധ്വാനം ചെലവഴിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതൊരു ഭൗതിക പ്രക്രിയയും കൂടിയാണ്. തീർത്തും ആശയപ്രക്രിയയായിട്ടുള്ള ഈ പറയുന്ന ജനസിസ് എന്ന് പറയുന്നതും അതേസമയം ഭൗതിക പ്രക്രിയയായിട്ടുള്ള ക്രിയേഷൻ എന്ന് പറയുന്നതും ഒരുമിപ്പിക്കുന്നു. രണ്ടും ആശയലോകത്താണ് നടക്കുന്നതെങ്കിൽ പോലും അവിടെ പോലും ഈ ഒരു ഒരുമിപ്പിക്കൽ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ
ഖുർആനിൽ കണ്ടെത്താൻ നമുക്ക് സാധിക്കും. ഈ രൂപത്തിലാണ് അതിനെയൊക്കെയും വിശദീകരിച്ച് തുടങ്ങുന്നത്. ഭൗതിക പദാർത്ഥം കൊണ്ട്, മണ്ണ് കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു എന്നും പറയുന്നുണ്ട്. അത് ഭൗതികമായ അസ്തിത്വത്തെ, സത്തയെ അംഗീകരിക്കലാണ്. ഈ പ്രപഞ്ചവും പ്രകൃതിയുമെല്ലാം തന്നെ ഹക്കാണ്, അതെല്ലാം സത്യമാണ്, ഒന്നും മിഥ്യയല്ല എന്ന് ഒരർത്ഥശങ്കയ്ക്കും ഇടയില്ലാത്ത വിധം ഖുർആൻ സ്ഥാപിക്കുന്നുണ്ട്. ആത്മീയതയുടെ ആശയവാദത്തിൻ്റെ മൂർധന്യത്തിൽ ഭൗതിക ലോകം, ഭൗതികമായ അസ്തിത്വം നിരാകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത് എന്ന് കാണേണ്ടതാണ്. അതിനോടൊരു നിലക്കും തന്നെ ഖുർആൻ യോജിക്കുന്നില്ല എന്നും കാണണം. എന്തായാലും ഈ രൂപത്തിലാണ് ഇസത്ത് ബെഗോവിച്ച് കാര്യങ്ങൾ വിശദീകരിച്ച് പോകുന്നത്. അതിൽ തന്നെയും ഡാർവിനെ സംബന്ധിച്ച് പറയുമ്പോൾ മനുഷ്യനിലെ മൃഗം എന്ന ഒരു കാഴ്ചപ്പാട് കൂടി ചർച്ചാ വിഷയമാകുന്നുണ്ട്. കൂടുതൽ വിശദമായിട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത പ്രഭാഷണത്തിൽ പറയാം. ഭൗതികവാദത്തിനും മതത്തിലും ഇതിൽ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുണ്ട്. മനുഷ്യനിൽ ഒരു മൃഗമുണ്ട്. മൃഗവും മനുഷ്യനും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം അതാണ്. മൃഗത്തിൽ മനുഷ്യത്വമില്ല, അതേസമയം മനുഷ്യനിൽ മൃഗത്വമുണ്ട്. ഈ മൃഗത്തെ ഹനിക്കാനാണ്, ഇല്ലാതാക്കാനാണ് മതം ആവശ്യപ്പെടുന്നതെങ്കിൽ ഇസ്ലാമിൻ്റെ ആഹ്വാനം മൃഗത്തെ ഇല്ലാതാക്കാനല്ല, മറിച്ച് മൃഗത്വത്തെ നിരാകരിക്കാനാണ്. മൃഗത്വത്തെ നിഷേധിക്കാൻ, അഥവാ തൻ്റെ ഉള്ളിലുള്ള മൃഗത്തെ, ഉള്ളിൽ തന്നെയുള്ള മൃഗീയമായ പ്രകൃതിപരമായ വാസനകളെ അടിച്ചമർത്താൻ ഇസ്ലാം ആവശ്യപ്പെടുന്നില്ല. മനുഷ്യൻ്റെ വികാരങ്ങൾക്ക്, അഭിനിവേശങ്ങൾക്കൊന്നും തന്നെ എതിരല്ല ഇസ്ലാം എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മൃഗീയതയെ നശിപ്പിച്ച് കളയാൻ പറയുന്നില്ല. എന്നാൽ മൃഗത്വത്തെ നിഷേധിക്കാൻ, കാരണം മനുഷ്യത്വം എന്ന് പറയുന്ന ഒരാശയം, ആ ഒരു ആശയത്തിലേക്ക് മനുഷ്യൻ വരേണ്ടതുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ മൃഗത്വത്തെ നിഷേധിക്കാൻ മാത്രം ആവശ്യപ്പെടുന്നു. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ മനുഷ്യപ്രകൃതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വർത്തമാനം എന്ന് കാണണം. ഈ ഒരു ചിന്തയെ ഇസത്ത് ബെഗോവിച്ച് കൺക്ലൂഡ് ചെയ്യുന്ന ഒരു വഴി, അതിലും അദ്ദേഹം പറയുന്നുണ്ട്, വി സേ മാൻ ഹാസ് ഡെവലപ്ഡ്. മനുഷ്യൻ അങ്ങനെ രൂപപ്പെട്ട് വന്ന, വികസിച്ച് വന്ന ഒന്ന് തന്നെയാണ്. ബട്ട് ദാറ്റ് ഈസ് ദ ട്രൂ ഓൺലി ഫോർ ഹിസ് മോർട്ടൽ ആൻഡ് ഔട്ടർ ഹിസ്റ്ററി. അത് അവൻ്റെ നശ്വരവും ബാഹ്യവുമായ ചരിത്രത്തെ സംബന്ധിച്ച് മാത്രം ശരിയായിട്ടുള്ളൊരു വർത്തമാനമാണ്. അത് ശരി തന്നെയാണ്. മനുഷ്യൻ എന്ന് പറയുന്നത് വികസിച്ച്, അത് ഉത്ഭവിച്ച് അങ്ങനെ വികസിച്ച് പടിപടിയായിട്ട് പരിണമിച്ച് വരുന്നതാണ്. അത് പക്ഷേ ബാഹ്യവും നശ്വരവുമായിട്ടുള്ള അവൻ്റെ ചരിത്രത്തെക്കുറിച്ച് മാത്രം ബാധകമാണ്. അതോടൊപ്പം തന്നെ മാൻ വാസ് ഓൾസോ ക്രിയേറ്റഡ്, മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടവനുമാണ്. ഇങ്ങനെ സൃഷ്ടിക്കപ്പെട്ട നിമിഷം തൊട്ട് മനുഷ്യൻ തിരിച്ചറിയുന്നത് താൻ മൃഗമല്ല എന്ന് മാത്രമല്ല, ജീവിതാർത്ഥം താൻ കണ്ടെത്തേണ്ടത് ഈ മൃഗത്വത്തെ നിരാകരിക്കുന്നതിലാണ് എന്നതിനെക്കുറിച്ചുള്ള ബോധവും. ഈ വർത്തമാനത്തിലാണ് ഇസത്ത് ബെഗോവിച്ച് ആ ഒരു പ്രബന്ധം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഒരു ജീവിത ദർശനമായിട്ട് തന്നെ വികസിക്കുന്നുണ്ട് എന്നാണ് കാണേണ്ടത്. മൃഗീയാസ്തിത്വത്തിൻ്റെ പ്രമാണമെന്ന് പറയുന്നത് പ്രയോജനവും പ്രാപ്തിയുമാണ്. എന്നാൽ മനുഷ്യൻ്റെ സ്ഥിതി അതല്ല. മനുഷ്യൻ്റെ സ്ഥിതി മാനുഷികത എന്ന് നമ്മൾ എണ്ണുന്നതിൽ, നമ്മൾ പറയുന്നതിൽ ആത്മത്യാഗം, ആഗ്രഹനിഗ്രഹം, മിതത്വം തുടങ്ങിയിട്ടുള്ള ഉദാത്തമായ മൂല്യങ്ങളും കൂടിയുണ്ട്. അപ്പോൾ ഇതും കൂടി കണ്ടുകൊണ്ട് ഇതിനെയൊക്കെയും വിശദീകരിക്കാവുന്ന ഒരു ദർശനത്തെയാണ് ഇസത്ത് ബെഗോവിച്ച് വികസിപ്പിക്കുന്നത് എന്ന് കാണണം. ഇത് തന്നെയാണ് മാനവികതയുടെ ഒരടിസ്ഥാനമായിട്ടും അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. ആ അർത്ഥത്തിലുള്ള ചിന്തകളിലേക്ക് നമുക്ക് വഴിയെ പോകാം ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും നന്ദി. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.